everyone. ഹലോ, ഞങ്ങൾ ചഞ്ചലിൻ്റെ പാരൻസ് ആണ്. ആദ്യം തന്നെ ഒരു സോറി പറയാണ്. കാരണം ഡിലേ ആയി, റിവ്യൂ ഇടാൻ ഡിലേ ആയി. ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1 വീക്കായി ഓട്ടത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഡിലേ ആയത്. പിന്നെ ഒരു താങ്ക്സ്, അതായത് സുധി സാർക്കും ഉഷ് ടീച്ചർക്കും, അതായത് ഈ റിവ്യൂ ഇടുക എന്നുള്ളൊരു തോട്ട് കൊണ്ടുവന്നതിൽ ഒരു താങ്ക്സ്. ദെൻ ഇപ്പോൾ ചഞ്ചലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചഞ്ചലൊരു 2.5 വയസ്സിലാണ് ഞങ്ങൾ ഡേ കെയറിൽ ചേർത്തുന്നത്. അവിടെ നിന്ന് ഒരു 6 മാസം ഡേ കെയറിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 വയസ്സിലാണ് നക്ഷത്രയിൽ ഞങ്ങൾ കൊണ്ട് ചേർത്തുന്നത്. അപ്പോൾ നഴ്സറിയിലായിരുന്നു. അതായത് ആ ഒരു 2.5 to 3 ആ ഒരു 6 മാസത്തിൽ അവളുടെ ഇതെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഡേ കെയറിൽ പോവാന്ന് പറഞ്ഞാലേ അവൾക്ക് ഇഷ്ടമല്ല. രാവിലെ എണീറ്റ് ഫുള്ള് കരച്ചിലായിരിക്കും. ചില ദിവസം പറയില്ല, ഇന്ന് ഡേ കെയർ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ റെഡിയാക്കുന്നത് തന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നക്ഷത്രയിൽ കൊണ്ട് ചേർത്തി ഒരു 2-3 ദിവസം അത് കഴിഞ്ഞിട്ട് തന്നെ അവൾക്കുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ചേഞ്ച് തന്നെയായിരുന്നു. നല്ലൊരു മാറ്റം തന്നെയാണ്. അവൾ മുന്നേ ഡേ കെയർ പോലെ അല്ല, ഇവിടെ കുറച്ചുകൂടി അവൾ ആക്റ്റീവായി, പിന്നെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ആയിരുന്നില്ല, എന്നും കരച്ചിലായിരുന്നു. പക്ഷേ ഇവളെ നക്ഷത്രത്തിൽ ചേർത്തതോടെ മൊത്തം മാറിയ ആൾ. അവിടെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റായി, കരയുന്നില്ല. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസ് അതൊക്കെ ഒത്തിരി ഇഷ്ടമായി അവൾക്ക്. പിന്നെ അവൾ വീട്ടിൽ വന്നാലും അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അപ് ടു ഡേറ്റ് ചെയ്യാറുണ്ട്. അവൾ വീട്ടിൽ വന്നാലും സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഫ്രണ്ട്സിനെ കുറിച്ച്, ടീച്ചറിനെ കുറിച്ച്, അനിതൻ്റെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും. അത് എന്താ പറയുക, അവൾ ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും ചോദിച്ചു, LKG വേറെ സ്കൂൾ മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചു, മാറ്റണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചു. പിന്നെ അവൾ ഹാപ്പിയാണ് അവിടെ നക്ഷത്രയിൽ, അവളെ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു എന്തായാലും UKG വരെ അവൾ അവിടെ തന്നെ പോവട്ടെ, അങ്ങനെ തന്നെ തുടരട്ടെ, കുറച്ച് കളിച്ച് പഠിക്കട്ടെ, കളിച്ചുകൊണ്ട് പഠിക്കട്ടെ, പഠിച്ചുകൊണ്ട് കളിക്കട്ടെ എന്നുള്ളൊരു ചിന്ത വന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, അവിടെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ ഒരു പാർഷ്യാലിറ്റി എന്നുള്ളൊരു ബേസ് കണ്ടിട്ടില്ല. മുൻപുള്ള ഡേ കെയറിൽ പോയിടത്ത് ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് മാറ്റാനുള്ള റീസണും. പറയടാ. അപ്പോൾ നമ്മൾ അതായത് ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും ഞങ്ങളന്ന് ഗ്രാൻഡ് പാരൻസ് ഡേക്കാണ് ഞങ്ങളന്ന് അത്രയും സമയം സ്കൂളിൽ ചിലവഴിക്കാനുള്ളൊരു ഇത് കിട്ടിയത് ആ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാ കുട്ടികളോടും, അതായത് ഇപ്പോൾ LKG, നഴ്സറി, UKG അങ്ങനെ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. എല്ലാ കുട്ടികളോടും എല്ലാ ടീച്ചേഴ്സും ഒരേപോലെയാണ്. ചഞ്ചൽ ഇവിടെ വന്ന് പറയാറുണ്ട്, പ്രകാശ് സാറെ കുറിച്ച്, ശ്രുതി ടീച്ചറെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഉഷ് ടീച്ചറെ കുറിച്ച്. അതായത് എല്ലാവരെയും ഒരേപോലെ കാണുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കൾച്ചറൽസ് ആണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു, ചോക്ലേറ്റ് കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, കുട്ടികളെ ഹാപ്പി ആക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ടൈം സ്പോർട്സ് ഡേ നടത്തി. അപ്പം അതിൽ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചിച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു, ഫസ്റ്റ് 1, 2, 3 ഇവിടെ 1 നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഫസ്റ്റ് കിട്ടിയോ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇല്ല, കുട്ടികൾക്കൊരു സങ്കടം തോന്നണ്ട, ഫസ്റ്റായി സെക്കൻഡായി എന്നൊരു സങ്കടം തോന്നണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളെയും എല്ലാത്തിലും നിർത്തി, അതെ, എല്ലാ കുട്ടികളെയും ഒരേപോലെ നിർത്തി ഫോട്ടോ എടുത്തു. കുട്ടികൾക്കൊരു സന്തോഷമല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ വണ്ടറടിച്ച് പോയി. കാരണം എല്ലാ സ്കൂളിലും ഒരു കോമ്പറ്റീഷൻ ലെവലാണ്. എല്ലാം സ്റ്റഡീസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് കാണാറ്. എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ എന്താ പറയുക, നക്ഷത്ര സ്കൂൾ വേറിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക്സ് ശ്രുതി ടീച്ചർക്കും, സബി ടീച്ചർക്കും, പ്രകാശ് സാർക്കും, സുധീർ സാർക്കും, ഉഷ ടീച്ചർക്കും, എല്ലാവർക്കും. പിന്നെ എസ്പെഷ്യലി അനിതാൻറ്റിക്ക്. ഇവിടെ എപ്പോഴും വന്ന് പറയും, ചിച്ചു എപ്പോഴും വീട്ടിൽ വന്ന് പറയും, അനിതാൻറ്റിയെ കുറിച്ച് കുറേ പറയാറുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. മോളെ അത്രയും നന്നായി നോക്കുന്നുണ്ട്, അത്രയും. ബിക്കോസ് ഇവളെ ഡേ കെയർ പ്രീ സ്കൂൾ പ്ലസ് ഡേ കെയറാണ്. 5 മണിക്ക് അവളെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവാറ്. ആ 5 മണി വരെ ഇവിടെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന അവിടെ. ആ 5 മണി വരെ അവളവിടെ ഹാപ്പിയാണ്, അത്രയും ഹാപ്പിയാണ്. സോ അത് അവളെ അത്രയും നിങ്ങൾ അങ്ങനെ കംഫേർട്ട് ആക്കുന്നതുകൊണ്ടാണ് അവൾക്ക് അത്രയും ഹാപ്പി ആയിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക്സ്. പിന്നെ നക്ഷത്ര പ്രീ സ്കൂളിന് ഒരു ബെസ്റ്റ് വിഷസ്.
ഇനി ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോട്ടെ, ഇതിലും വലുതാവട്ടെ, ഇതിലും കൂടുതൽ കുട്ടികളുണ്ടാവട്ടെ, ടീച്ചേഴ്സ് ഉണ്ടാവട്ടെ. എല്ലാത്തിനും ഒരു ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക്സ്. ബിഗ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.